ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. നീ ഇങ്ങോട്ട് വരേതേ വേട, ഇനി എന്റെ പട്ടി വരും. അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ, ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു. അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി ചേച്ചി, നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. എന്തോ ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ, അങ്ങനെ അങ്ങ് പോയാലോ. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇത് നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഒരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ കോടതി തീരുമാനിക്കുന്നതിലാണോ ഒബ്ജക്ഷൻ? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത്? എന്തൊരു തീഷ്ണത, എന്തൊരു ചൂട്! 110 kV ഷോക്ക് അടിച്ച് വരണ്ട കരിവാളിച്ചതുപോലെ ആയില്ലേ വീരഭദ്രൻ നായർ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഇരട്ടത്താപ്പാട്. ഭാഗ്യലക്ഷ്മി ചേച്ചി തന്റെ തെങ്ങിലും പനയിലും ഒരേ സമയം കയറി ചെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയാക്കി. സംശയം പ്രകടിപ്പിച്ചാൽ വേടന്റെ കാര്യത്തിൽ സംശയം അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? ആ വീരഭദ്രന് കണക്കിന് കിട്ടിയില്ലേ? എനിക്ക് തൃപ്തിയായിടോ. പണ്ടാറടങ്ങാൻ നീ അവളോ അഴക്. സത്യത്തിൽ മാലിന്യ ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു സ്പാർക്കുണ്ടായി.